നമസ്കാരം. നമുക്കിപ്പോൾ പരിശോധിക്കേണ്ടതും അറിയേണ്ടതും 2025 സെപ്റ്റംബർ മാസത്തിലെ കൂറുഫലങ്ങളാണ്. അതിൽ മേടക്കൂർ, അശ്വതി, ഭരണി, കാർത്തികക്കാല് ഉൾപ്പെടുന്ന മേടം, ആ മേടം രാശിയുടെ ഫലങ്ങൾ നമ്മൾ നോക്കുമ്പോൾ 5 കാര്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും, ഒത്തിരി കാര്യങ്ങളുണ്ട്, 5 കാര്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും വരുന്നുണ്ട്. അതിലൊന്ന്, ആരൂഢ താമസിക്കുന്ന സ്ഥലം, അവിടെ എന്തെങ്കിലും വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളോ ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിവർത്തി ചെയ്തു പോകുന്നത്, പരിഹരിച്ചു പോകുന്നതിന് അനുകൂല സമയമാണ്. കാരണം ഈ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ പല കാര്യങ്ങളിലും അത് കണക്റ്റഡായി പ്രതിബന്ധങ്ങളുണ്ടാകും. വിവാഹ തടസ്സങ്ങൾ, സന്താനഭാഗ്യം നീണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ, ആ സന്താന ലക്ഷണം പോസിറ്റീവായാലും അത് ഉറയ്ക്കാതെ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ, പലതരത്തിലുള്ള അനർത്ഥ ബന്ധന ദോഷങ്ങൾ, രോഗത്തിൽ ഉപ്പുറ്റി വേദന, പെടലി വേദന, മുട്ടുവേദന, തലവേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ദഹനത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് മരുന്ന് ഒഴിയാത്ത ഒരവസ്ഥ വീട്ടിലാണ്. പിന്നെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുടെ തടസ്സങ്ങൾ, ജോലിക്കായിരുന്നാലും ബിസിനസ്സിനായിരുന്നാലും പഠനത്തിനായിരുന്നാലും, പ്രത്യേകിച്ച് വിദേശത്തേക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ബാധിക്കും. ഇവിടെ ഈ വാസ്തു പൂജ അല്ലെങ്കിൽ വാസ്തു ബലിയായിട്ട് അതൊരു വ്യാഴാഴ്ചയോ ഞായറാഴ്ചയോ ഉള്ള ദിവസത്തിൽ ചെയ്താൽ വളരെ നല്ലതാണ്. അത് വ്രതശുദ്ധിയോടുകൂടി ചെയ്യാന്നുള്ളതാണ്. 41 ദിവസത്തിനകത്ത് തന്നെ അതിൻ്റെ ഫലം നമുക്ക് പോസിറ്റീവായിട്ട് വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ വക പ്രതിബന്ധങ്ങളും നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളും ഒരു പരിധിവരെ ഒഴിവായി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ, അതിനോടൊപ്പം ഭാഗ്യസൂക്ത പൂജയും കൂടി ചെയ്യാം. അപ്പൊ വാസ്തുപൂജ ചെയ്യുമ്പോൾ അതിൽ പഞ്ചശിരസ് സ്ഥാപിക്കേണ്ടി വരും. പഞ്ചശിരസ് അത് വളരെ അനുകൂലമാണ്. പ്രതിബന്ധ പ്രശ്നങ്ങൾ തരണം ചെയ്യാനുള്ള എനർജിയും കൂടി നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തര, എടവക്കൂർ. എടവക്കൂറിൻ്റെ കാര്യങ്ങളിൽ നോക്കുമ്പോൾ കുറച്ച് ജാഗ്രത നമ്മുടെ സ്വന്തം കാര്യത്തിലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിലും കാണിച്ചില്ലെങ്കിൽ നമുക്ക് തിരിച്ചടി ഉണ്ടാവുന്നു. പ്രത്യേകിച്ച് ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ, അതിൽ ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ട ഉയർച്ച, പ്രമോഷൻ, സാമ്പത്തികം, ഇതിൻ്റെ കാര്യത്തിനുണ്ടായിരിക്കുന്ന തടസ്സങ്ങൾ, തടസ്സപ്പെടുത്തലും, എല്ലായിടത്തും നുണയും പാലവയ്ക്കലും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും ഉണ്ടാവില്ല. ഇത് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചോളം അവനവൻ്റെ ജോലി അല്ലെങ്കിൽ ബിസിനസ്സിൽ പ്രതിഫലിക്കും. ഇപ്പം ഇവിടെ ജാഗ്രത നമുക്ക് വേണ്ടുന്നത്, നമ്മുടെ ഭാഗത്തുനിന്ന് അറിവില്ലാതെയോ ഓർക്കാതെയോ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധക്കുറവ് കൊണ്ടോ വരാൻ പാടില്ല. കാരണം ഒരു ഫയൽ കാണാതെ മാറ്റിയിട്ടാൽ മതിയല്ലോ. അതിൻ്റെ കസ്റ്റോഡിയൻ ആരാണ്, അവർ സമാധാനം പറയണം. സസ്പെൻഷൻ, ട്രാൻസ്ഫർ തുടങ്ങിയിട്ടുള്ള ടോക്കസ് നോട്ടീസ് എല്ലാം നേരിടേണ്ടി വരും. രണ്ടാമത്, പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഇടവക്കൂറ് കുറച്ച് നെഗറ്റീവ് ഉണ്ട്. അവിടെയും ജാഗ്രത വേണം. സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപവാദങ്ങൾ അനാവശ്യമായിട്ട് കേട്ട് അതിന് നമ്മൾ മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥമാകുന്ന സാഹചര്യങ്ങളുണ്ടാകും. ഇത് പൊളിറ്റിക്കൽ ഫീൽഡ്, രാഷ്ട്രീയ ഫീൽഡിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കൂടെ നിൽക്കുന്നവർ ആ സമയത്ത് നമ്മളെ കൈയൊഴിയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് മത്സരമായിട്ട് ബന്ധപ്പെട്ട സംഘടനയ്ക്ക് അകത്തായിരുന്നാലും അതെല്ലാം പബ്ലിക്കിലായിരുന്നാലും മത്സരത്തിനുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ടീമോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളോ തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്.
ഇവിടെ നമുക്ക് ജാഗ്രത വേണ്ടുന്നത് ചില കാര്യങ്ങളിൽ ചില ഭാഗത്ത് നിന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള ഉറപ്പ്, വിശ്വാസം അത് നേടിയെടുക്കുക എന്നുള്ളതാണ്. അവർ നമ്മളോടൊപ്പം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ചെയ്യും കേൾക്കും എന്ന് പറയുന്ന മനോഭാവത്തിൽ കുറച്ച് ജാഗ്രത വേണം. മൂന്നാമത്, കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്കും ഇതുപോലുള്ള തിരിച്ചടികളുണ്ടാവും. വളരെ ഉദ്ദേശിച്ച രീതിയിൽ പോയ സിനിമകൾ തകർന്ന അവസ്ഥയുണ്ട്. കൊടി കെട്ടിയ നല്ല പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ അഭിനയിച്ച് തിമിർത്ത സിനിമകൾ വരെ വെള്ളത്തിലാവുന്ന അവസ്ഥ നമ്മുടെ മുന്നിൽ കൂടി ഇഷ്ടമാണ്. അതുപോലെ കലാഫീൽഡിൽ, സീരിയലിൻ്റെ ആയിരുന്നാലും മറ്റ് മേഖലയിൽ കലാപരമായുള്ള ഫീൽഡിൽ തകർച്ചകൾ വരാൻ സാധിക്കും. ഈ തകർച്ച കോമ്പറ്റീഷന്റെ ഭാഗമാണെങ്കിലും ചില ഭാഗത്തുനിന്ന് ബോധപൂർവമായിട്ടുള്ള ശത്രുതാ മനോഭാവവും കൂടി കൊണ്ട് തന്നെയാണ്. ഇവിടെ മഹാസുദർശന യന്ത്രം സ്ഥാപിച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കും. മഹാസുദർശന കവച മന്ത്രം 41 ദിവസം നെയ്വിളക്ക് കത്തിക്കും. മകീരത്തര, തിരുവാതിര, പുണർദത്തിൽ മുക്കാൽ മിഥുനരാശി. മിഥുനരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയ കാര്യങ്ങളിലും വീട്ടിനകത്തായിരുന്നാലും സ്വന്തം കാര്യത്തിലായിരുന്നാലും ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലെങ്കിൽ തെറ്റും, നിയന്ത്രണം ഇല്ലെങ്കിൽ തെറ്റും, പിടിവിട്ടു. പലിശ കൊടുക്കാൻ വേണ്ടി പലിശയ്ക്ക് എടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ബാങ്ക് വായ്പ ആയിരുന്നാലും ചിട്ടി ആയിരുന്നാലും നമുക്ക് അനുകൂലമായിട്ട് കിട്ടേണ്ടത് തടസ്സപ്പെട്ട് നിൽക്കുക. തിരിച്ചടവ് നമ്മൾ ബാധ്യസ്ഥമായിട്ട് നിൽക്കുന്ന മേഖലയിൽ അടയ്ക്കാൻ പറ്റാതിരിക്കുക. അത് വണ്ടിയുടെ CC-യുടെ കാര്യമായിരുന്നാലും ശരി തന്നെ. പ്രശ്നം വഷളാവാൻ കൂടുതൽ സമയം വേണ്ട. അപ്പം അതിൽ നമുക്കൊരു ശ്രദ്ധയിൽ ഉത്തരവാദിത്വ ബോധവും നമ്മൾ കാണിച്ചില്ലെങ്കിൽ അത് മറ്റു പല കാര്യങ്ങളെയും ബാധിക്കും. പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ തൊഴിലോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് വളരെ അനുകൂലമായിട്ടുള്ള സമയം, സാമ്പത്തിക മെച്ച ഗുണങ്ങൾ ഉണ്ടാകും. മൂന്നാമതൊരു പ്രധാനപ്പെട്ട കാര്യം, കിട്ടാനുള്ള സാമ്പത്തികം തടസ്സപ്പെടും എന്നുള്ളതാണ്. അത് നമ്മളെ വിശ്വസിച്ച് ആരെ സഹായിച്ചിട്ടുണ്ടോ വിശ്വസിച്ചിട്ടുണ്ടോ ആ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ കുറയും എന്നുള്ളതാണ്. അല്ലെങ്കിൽ വിശ്വസിച്ച സമയത്ത് നമുക്ക് കയ്യിലോട്ട് വരില്ല എന്ന് കാണുന്നുണ്ട്. ഇവിടെ 3 വ്യാഴാഴ്ചയെങ്കിലും ഈ വിഘ്നങ്ങൾ, ഈ പ്രശ്നങ്ങളിൽ ഉണ്ടായിരിക്കുന്ന നെഗറ്റീവ്സ് മാറി അനുകൂലമായിട്ട് വരാൻ വിഘ്നേശ്വര ഭഗവാൻ 3 വ്യാഴാഴ്ച കറുകമാല ചാർത്തി പുഷ്പാഞ്ജലി നടത്തി 3ാമത്തെ വ്യാഴാഴ്ച ഒരു കൂട്ടുഗണപതി ഹോമം നടത്തുക. സാക്ഷാൽ വിഘ്നേശ്വര ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒരു പരിധിവരെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് ക്ലിയറാക്കി വഴി തെളിയിച്ച് മുന്നോട്ട് വിജയിപ്പിച്ചെടുക്കാനുള്ള അനുകൂലം ഉണ്ടാകും. പുണർദത്തിൽ കാല്, പൂയം, ആയില്യം, കർക്കടകക്കൂർ. കർക്കടകക്കൂറിനെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ വളരെ ആത്മാർത്ഥതയും സ്നേഹവും വിശ്വാസവും താല്പര്യവും ഉള്ള ചില ബന്ധങ്ങൾ നിസ്സാരം ചെറിയ കാര്യങ്ങളിൽ നമ്മൾ നിന്ന് അകലാനുള്ള സാധ്യത. മനോവ്യഥ, ടെൻഷൻ, ഉറക്കമില്ലായ്മ, ഭക്ഷണം വേണ്ട, ഈ വക കാര്യങ്ങളിൽ നമ്മൾ വീണ് പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കരകയറണം. കാരണം നമ്മുടേതല്ലാത്ത കുറ്റങ്ങളുണ്ട്, വേറെ ചിലരുടെ പ്രേരണയും നുണയും പാരവെപ്പും കാരണമാണ് നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളൽ വീണിരിക്കുന്നത്, ബ്രേക്കപ്പ് ആയിരിക്കുന്നത്. മൊബൈൽ വരെ സ്വിച്ച് ഓഫ് ചെയ്യുന്ന അവസ്ഥയും അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥയും വരെ ഉണ്ടാകുമ്പോൾ തകർന്നു പോകും. പക്ഷെ ഇത് തിരിച്ചെടുക്കണം, തിരിച്ചു പിടിക്കണം എന്നുണ്ടെങ്കിൽ സ്വല്പം സാവകാശം വേണ്ടിവരും, പ്രത്യേകിച്ച് 3 മാസമെങ്കിലും. ഇതിനെ ഐക്യമത്യ സൂക്താർച്ചന ശിവന്റെ അമ്പലത്തിൽ ചെയ്യണം. അത് 7 തിങ്കളാഴ്ചയെങ്കിലും ശിവന്റെ അമ്പലത്തിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റം നമുക്ക് അനുഭവപ്പെടും, നേരിട്ട് അനുഭവപ്പെടും. മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങക്കൂർ. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ മറ്റാർക്ക് വേണ്ടി നമ്മൾ എന്തിനു വേണ്ടി പോയാലും അത് നടക്കും, സ്വന്തം കാര്യമാണ് തടസ്സം.
അപ്പം വീട്ടുകാര്യമോ അതും പറയണ്ട. ഇല്ലാത്ത സമയവും സാഹചര്യവും സാമ്പത്തികവും എല്ലാം നമ്മൾ കണ്ടെത്തി അവർക്ക് വേണ്ടി നമ്മൾ സഹായിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് സംഘടനാ ഫീൽഡിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്ന് ഇറങ്ങി ഓടേണ്ട അവസ്ഥ വരും. മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ നല്ലതല്ലേ. പക്ഷെ ഇവിടെ ലോസാണത് നമ്മുടെ ലൈഫും നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളുമാണെന്നുള്ളതാണ്. ഇതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളും ടെൻഷനുകളും വീട്ടിനകത്ത് കുറച്ച് കൂടുതലായിട്ട് വരേണ്ട സമയമാണ് ഈ കാലം, പ്രത്യേകിച്ച് 4 മാസക്കാലം. അവിടെ നമ്മൾ ശരിയാവണ്ട നമ്മളെ വീടിനെയും കണ്ടും നോക്കിയും കേട്ടും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാം. വേറൊരു പ്രധാനപ്പെട്ട കാര്യം ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചോളം കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമാക്കി എടുക്കാനുള്ള സാഹചര്യം വരുന്നുണ്ട്. അപ്പം അതിന് നമ്മൾ കൂടെ ഒന്ന് മുൻകൈ എടുത്തു കഴിഞ്ഞാൽ ന്യായമായിട്ടുള്ള രീതിയിൽ ആ കുടുംബ ഷെയറുമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകാൻ പറ്റും. പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ കിടക്കുന്ന കാര്യങ്ങൾ വരെ പരിഹരിക്കാൻ പറ്റുന്ന സമയമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ. വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഗുളികന്റെ പാപദൃഷ്ടി വരുന്ന സമയമാണ്. ഗുളികന്റെ പാപദൃഷ്ടി ആവുമ്പോഴത്തേക്ക് ചില പ്രശ്നങ്ങളിൽ ടെൻഷനും അസ്വസ്ഥതയും ഉണ്ടാകുമെങ്കിലും അത് മാറ്റി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ആവശ്യകതയാണ്. അത് ഉറക്കത്തെ തന്നെ ബാധിക്കും. കലഹങ്ങൾ ഉണ്ടാകും നിരന്തരം. നിസ്സാര കാര്യത്തെ ചൊല്ലി, ഫോൺ എടുക്കാത്ത കാര്യത്തെ ചൊല്ലിയായിരിക്കാം കലഹം ഉണ്ടാകുന്നത്. പിന്നെ ഞാനത് പറഞ്ഞത് തെറ്റായി പോയല്ലോ എന്ന് തോന്നിയിട്ട് കാര്യമില്ല. അകൽച്ച വന്നു കഴിഞ്ഞാൽ അകൽച്ച കുറയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അത് വരാതിരിക്കും. ഇവിടെ അഷ്ടനീരാഞ്ജനം ശാസ്താവിന് ചെയ്യുക. 8 ശനിയാഴ്ച എള്ളുകിഴി നീരാഞ്ജനം ചെയ്യുന്നത് വളരെ വിശേഷം. ഈ വക പ്രശ്നങ്ങൾ നമ്മളെ ബാധിച്ച് അധികരിച്ച് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ആശ്വാസം ഉണ്ടാവും. ഉത്രത്തി മുക്കാല്, അത്തം, ചിത്തിരത്തര, കന്നിക്കൂട്. കന്നിക്കൂടിനെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ 3 കാര്യങ്ങൾ. അതിൽ പ്രധാനം ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ എഞ്ചിനീയറിങ് ആ തരത്തിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് കഴിവിനും യോഗ്യതയ്ക്കും എക്സ്പീരിയൻസിനും അനുസരിച്ചിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടാനോ അല്ലെങ്കിൽ അവിടെ നല്ല പ്രൊമോഷൻ, സാമ്പത്തിക മെച്ചം വരാനോ ഉള്ള സമയകാലമാണ്. നല്ല കാലം. പക്ഷെ ഇതിനെ തുലയ്ക്കാനും പാര വയ്ക്കാനും ചില ഭാഗത്തു നിന്നുള്ള ശ്രമം നടക്കുന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിനെ മറികടക്കും. ചില ഭാഗത്തു നിന്നുള്ള പ്രഷർ വരുമ്പോഴത്തേക്ക് നമ്മൾ പല കാര്യങ്ങളും ഒളിക്കേണ്ടതായിട്ട് വരുള്ളൂ. ന്യായമായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ട വേദിയിൽ പറയേണ്ട കാര്യങ്ങളും സംസാരിക്കണം. അവിടെ നമ്മൾ ഭയന്നിട്ട് കാര്യമില്ല. സംഘടനയാകുമ്പോൾ അതിൻ്റെ മീറ്റിങ്ങിൽ ഗൃഹത്തിലെ കാര്യങ്ങളും നമ്മൾ നാട്ടുകാരുടെ സുഹൃത്തുക്കളടുത്തോ പറഞ്ഞിട്ട് കാര്യമില്ല. അത് നേരിട്ട് സംസാരിക്കണം. തെറ്റിദ്ധാരണയും മാറ്റണം എന്നുള്ളതാണ്. അതിന് നമ്മളായിട്ട് തന്നെ കാര്യങ്ങൾ വ്യക്തത വരുത്തിയില്ലെങ്കിൽ അതിൻ്റെ നഷ്ടം നമുക്ക് നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വേണ്ടപ്പെട്ടവർ. അത് ദുഃഖത്തിലാണ്. ഇതിൽ പോലീസ് സ്റ്റേഷൻ, കോടതി ഈ തരത്തിൽ വരെ മുമ്പ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കേണ്ട സാഹചര്യം തട്ടിമാറി പോയി എന്നുള്ളതാണ് ഈ രാശിക്കാരൻ. അതിൽ ഒരു സ്ത്രീ മുഖാന്തരം ബോധപൂർവം നമുക്കെതിരെ ഉണ്ടായിരിക്കുന്ന ശത്രുത, ശത്രുഭാവ, ശത്രുചിന്തന, ചൈവനദോഷങ്ങൾ അതിന് നിവർത്തി വരിക. കാരണം ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെന്റിൽ പോകേണ്ട സാഹചര്യം ഗൃഹത്തിൽ 2 തവണ 2 പേർക്കായിട്ട് കഴിഞ്ഞു. അതിലൊരു ഓപ്പറേഷൻ വേണോ വേണ്ടിയോ എന്നുള്ള അവസ്ഥയിൽ അതിൽ പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീജനങ്ങളെ സംബന്ധിച്ചോളം അത് സിസ്റ്റിന്റെ ആണോ, ബ്ലീഡിങ്ങിന്റെ ആണോ, യൂട്രസിന്റെ ആണോ, തൈറോയിഡിന്റെ ആണോ, അതല്ലെങ്കിൽ സന്ധി വേദനയുടെ ആണോ, ദൈവാധീനം കൊണ്ട് അത് മാറിക്കിട്ടിയെന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ കഴിയുന്നതും ആയുർവേദിക ട്രീറ്റ്മെന്റ് ചെയ്താൽ ശാശ്വതമായുള്ള നിവൃത്തി അല്ലെങ്കിൽ പരിഹാരം നമുക്ക് നമ്മുടെ ആരോഗ്യത്തിൽ നേടിയെടുക്കാൻ പറ്റും. മഹാത്രിപുരസുന്ദരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ വിശേഷമാണ്. മഹാത്രിപുരസുന്ദരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചോളം
വളരെ നേട്ടം ഉണ്ടാകുന്ന സമയമാണ്, പ്രത്യേകിച്ച് സെപ്റ്റംബറിൽ. കാരണം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം, ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഒത്തിരി തടസ്സപ്പെട്ട് നിൽക്കുന്ന ഇടപാടുകൾ ചില സാഹചര്യങ്ങൾ ഒത്തുവന്ന് നടക്കാനുള്ള ഒന്നോ രണ്ടോ ഇടപാടുകൾ നിശ്ചയമായിട്ട് എഗ്രിമെന്റെങ്കിലും ആകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള സമയം. നിർമ്മാണ മേഖലയിൽ നിൽക്കുന്നവർക്ക്, ബിൽഡേഴ്സിന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, കോൺട്രാക്ടേഴ്സ്, പല വർക്കുകളും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ നികത്താനുള്ള വർക്കുകളായിരിക്കും. അതിലെ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിൽ ഒരു പരിധിവരെ എന്താ പറഞ്ഞാൽ പണം ഇരിക്കുന്നവരെ തിരിച്ചെടുക്കാനുള്ള എല്ലാ സാഹചര്യവും വന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം ഗൃഹത്തില് അഗ്നിബന്ധന ദോഷങ്ങളുണ്ടെങ്കിൽ അതിനുള്ള നിവർത്തി ചെയ്യും. അത് കുക്കറോ ഗ്യാസോ ഇലക്ട്രിക് സ്വിച്ചോ വിളക്ക് കത്തിക്കുന്നിടത്തോ അല്ലെങ്കിൽ അരി വടിക്കുമ്പോഴോ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ അഗ്നി ഭയം അല്ലെങ്കിൽ അഗ്നിദോഷം, തീമൂലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുമ്പ് പലതവണ അതിന്റെ സന്ദർഭങ്ങൾ വന്ന് വലിയ ആപത്തില്ലാതെ പോയിട്ടുള്ള ഈ വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അഗ്നിഭയദോഷങ്ങൾ. ഇതിന് കൂർമ്മ സ്ഥാലികം ഗൃഹത്തിൽ വെച്ച് ആമ, അത് ചെമ്പിലെ ആമയാണെങ്കിൽ വളരെ വിശേഷം, 11 ദിവസം അഗ്നി ആരാധന ചെയ്ത് കർപ്പൂര ദീപം ഒഴിഞ്ഞ് ആ കൂർമ്മത്തിനെ ഗൃഹത്തിന് 3 ചുറ്റി, അകത്ത് 1 ചുറ്റി, വീട്ടിനകത്തൊന്ന് പ്രാർത്ഥിച്ച് ഗൃഹത്തിന് 3 അല്ലെങ്കിൽ 1 ചുറ്റി അതിനെ ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കണം. വളരെ വിശേഷം. ആറ്റിലോ തോട്ടിലോ കായലിലോ കടലിലോ ശരണമുള്ള വെള്ളത്തിൽ ഒഴുക്കുന്നത് വളരെ വിശേഷം. ആ ശാപപാപബന്ധനങ്ങളാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചോളം നീറ്റ് അതുപോലുള്ള എക്സാം, എൻട്രൻസ് തുടങ്ങി അനുകൂലമായിട്ട് കിട്ടും. മെറിറ്റില് അഡ്മിഷൻ കിട്ടാനുള്ള യോഗം ഉണ്ട്. ഇവിടെ ആഞ്ജനേയ സ്വാമിക്ക് 7 ദിവസം പുഷ്പാഞ്ജലി ചെയ്ത് 7ാമത്തെ ദിവസം വെറ്റ്ലമാല പാൽപ്പായസ നിവേദ്യം ചെയ്യുന്നു പറയാം. വെറ്റ്ലമാല ചാർത്തി പാൽപ്പായസ നിവേദ്യം വളരെ അനുകൂലമുണ്ടാവും വൃശ്ചികക്കാർക്ക്. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാല്, ധനുക്കൂർ സെപ്റ്റംബർ മാസത്തിൽ പൊതുവെ സമ്മിശ്രമായുള്ള കാര്യം. സാമ്പത്തികം വരും, പക്ഷെ കയ്യിൽ തങ്ങില്ല. അനവധി ചെലവുണ്ടാവും. പ്രത്യേകിച്ച് ഓണം, മറ്റു കാര്യങ്ങളൊക്കെ മുന്നിലുണ്ട്. പിന്നെ ചില കാര്യങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരിൽ നിന്നും കിട്ടേണ്ട സഹായം നീണ്ടുപോകും. കിട്ടില്ല എന്നുള്ളതല്ല, സമയോചിതമായിട്ട് കിട്ടില്ല. അതോടൊപ്പം വൃശ്ചികക്കൂറില് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത് വൈവാഹിക തടസ്സങ്ങൾ ഏജ് ഓവറായി വരുന്നു. പക്ഷെ ആലോചനകളും വരുന്നുണ്ട്, ഒന്നും കൊണ്ട് ഉറക്കുന്നില്ല. നമുക്ക് നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളും ഒത്തിണങ്ങിപ്പോകുന്ന എന്ന് പറഞ്ഞാൽ പൊരുത്തമുള്ള നല്ലൊരു ബന്ധം വരാനും ഉറയ്ക്കാനും ദൈവാധീനം കാണുന്നുണ്ട്. സ്നേഹബന്ധങ്ങൾ, പ്രേമ വിവാഹം, അതിന് താല്പര്യപ്പെടുന്നവർക്ക് ആ ലൈവായിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ എതിർപ്പും ബുദ്ധിമുട്ടും ഉള്ള ഭാഗത്തുനിന്ന് അത് ഒഴിവായി നമുക്ക് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം വരാൻ സാധിക്കും. പെണ്ണിന്റെ വീട്ടിൽ നിന്നായാലും പയ്യന്റെ വീട്ടിലായാലും എവിടെയാണോ എതിർപ്പ് ഇങ്ങനെ നീണ്ടു പോയി കഴിഞ്ഞാൽ എത്തി. അങ്ങനെ ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ ഞാൻ ചത്ത് കളയെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ പോലും മനസ്സ് മാറി വരാനുള്ള സമയമാണ്. കാര്യങ്ങൾ മുന്നോട്ട് പോകും, നമുക്ക് അനുകൂലമായിട്ട് നടക്കും. ഇവിടെയും ദൈവാധീനത്തിന് വേണ്ടി ശിവഭഗവാന് ജലധാര പുഷ്പാഞ്ജലി ചെയ്യണമെന്നല്ല, 3 തിങ്കളാഴ്ചയെങ്കിലും. ഉത്രാടത്തിൽ 3/4 തിരുവോണം, അവിട്ടത്തര, മകരരാശി. മകരക്കൂറുകാരില് പ്രത്യേകിച്ച് നോക്കുമ്പോൾ
രണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വരുന്ന സമയമാണ്, വീട്ടിനകത്തും പുറത്തും. അത് ആഗ്രഹ നിവൃത്തി വരാതെ ദുർമൃതിപ്പെട്ട ആത്മാക്കളുടെ ശാപബന്ധനം പോക്കുവരവായിട്ട്, ദൃഷ്ടിയായിട്ട്, നിഴലായിട്ട്, കഥയിലെ മുട്ടുന്നതായിട്ട് മനസ്സിലാവും. അതിനുള്ള പരിഹാരം ചെയ്യണം. എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാൻ പാടില്ല. നിരന്തരം ചില്ലൊടയുക അതൊരു ജിന്നിന്റെ ലക്ഷണം പോലെയാണ്. പടത്തിൻ്റെയോ, മുഖം നോക്കുന്നതോ, കണ്ണാടിയുടെയോ, അലമാരിയുടെയോ, ടീപ്പോയുടെയോ, ജന്നലിൻ്റെയോ, വാഹനത്തിൻ്റെയോ ഈ ഉടഞ്ഞ ചില്ല് മാറ്റിയിടും. ആ ജിന്ന ആകർഷണ ഭാവുക ബന്ധനം നെഗറ്റീവായിട്ട് വരാൻ പാടില്ല. അപ്പൊ ഇവിടെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് തൊഴിൽ മേഖലയിലാണ്. തൊഴിൽ മേഖലയിൽ അനാവശ്യമായിട്ട് നമ്മളെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും ഒതുക്കാനുമുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അത് ശ്രദ്ധയും താല്പര്യവും നമ്മൾ തൊഴിലിൽ കാണിച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. കാരണം കൂടെ നിൽക്കുമെന്ന് പറയും, അതേസമയം ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന സ്വഭാവത്തോടു കൂടിയുള്ള ശത്രുദോഷം തൊഴിൽ മേഖലയിലുണ്ട്. അത് വളരെ ശ്രദ്ധയും കരുതലും താല്പര്യവും നമ്മൾ കാണിച്ച് നമ്മളതിൽ പെടാതെ മാറി മുന്നോട്ട് പോകണം എന്നുള്ളത് സ്വന്തം ആവശ്യമാണ്. രക്തപുഷ്പാഞ്ജലി ദേവീക്ഷേത്രത്തിൽ ചെയ്യാം 3 വെള്ളിയാഴ്ച. അതിൻ്റെ മാറ്റം നെഗറ്റീവ് ഇതെല്ലാം ആ മാറ്റത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവിട്ടത്തല, ചടയം, പൂരുരുട്ടാതി, മുക്കാൽ, കുംഭക്കൂർ. കുംഭക്കൂറിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ പ്രതീക്ഷിക്കാത്തിടത്തുനിന്ന് നമുക്ക് എതിർപ്പുകൾ വരും. അത് വസ്തു തർക്കമായിരുന്നാലും ശരി തന്നെ, വഴിത്തർക്കമായിരുന്നാലും ശരി തന്നെ, ബിസിനസിന്റെ കാര്യത്തിലുള്ള ഇതായിരുന്നാലും, പാർട്ട്ണർഷിപ്പ് മേഖലയിൽ നിൽക്കുന്ന ബിസിനസിന്റെ കാര്യത്തിലായിരുന്നാലും തർക്കങ്ങളും തെറ്റിദ്ധാരണകളും വരേണ്ട സമയമാണ്. അതും നമ്മൾ കരുതൽ വേണം. കാരണം വലിയ വലിയ സംരംഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തർക്കവും വ്യവഹാരവും വന്നാൽ എന്ത് ചെയ്യും? ആർക്കും ഗുണം ഉണ്ടാവില്ല, പക്ഷെ മൊത്തത്തിൽ ദോഷമുണ്ടാകും. അത് ഒഴിവാക്കിയിട്ടുണ്ട്. രണ്ടാമതൊരു സന്താന ഭാഗ്യത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്. പല നേർച്ചകളും ട്രീറ്റ്മെന്റും ഒക്കെ പ്രാർത്ഥിച്ച് ചെയ്യാന്ന് തീരുമാനിച്ചു വേണ്ടെന്ന് വെച്ച് നോർമലി നമുക്ക് രണ്ടാമതൊരു കുഞ്ഞിക്കാലം ദൈവാധീനത്താൽ അനുകൂലമായിട്ട് പോസിറ്റീവായിട്ട് വരാനുള്ള സമയമാണ്. ഗൃഹത്തിലെ ശരിയായിട്ടുള്ള സ്ഥലത്താണോ പൂജാമുറി അല്ലെങ്കിൽ പ്രാർത്ഥനാമുറി എന്നുള്ളത് കറക്റ്റ് ചെയ്യേണ്ട സമയമാണ്. കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ തീരാനും അതിൻ്റെ പങ്ക് നമുക്ക് ഗുണകരമായിട്ട് വരാനുമുള്ള ഡിസിഷൻ എടുക്കാൻ സെപ്റ്റംബർ മാസത്തിൽ അനുകൂലമുണ്ടാകും. ഇവിടെയും ദുർഗാദേവിക്ക് ചുമന്ന പുഷ്പം കൊണ്ട് മാല ചാർത്തി 7 ചൊവ്വാഴ്ച, 7ാമത്തെ ചൊവ്വാഴ്ച കടും പായസ നിവേദ്യം നടത്തുന്നത് വളരെ വിശേഷം. പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി, മീനക്കൂറ്. മീനക്കൂറുകാരെ സംബന്ധിച്ചോളം വൈതരണികോ ഭാവുക സ്ഥാന ആധിപത്യ യോഗേ ബിസിനസ് മേഖല നിൽക്കുന്നവർക്ക് തകർച്ചയുണ്ടാവും. മുമ്പ് നടന്നുകൊണ്ടിരുന്ന ബിസിനസ് തീരെ അനുഭവിക്കില്ല. വാഹന ഫീൽഡിൽ നിൽക്കുന്നവർ അതേപോലെ ഓട്ടം അങ്ങോട്ട് തീരെയില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. മെഡിക്കൽ മേഖലയിൽ നിൽക്കുന്നവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇരിക്കുന്ന സ്ഥാനം നഷ്ടപ്പെടുകയും ഇരിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് മാറേണ്ട സാഹചര്യം വരികയും ചെയ്യും. അപ്പൊ ഇതിനുള്ള പോകുമ്പോഴും പരിഹാരവും കണ്ടെത്തണം. പ്രത്യേകിച്ച് സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ കുറച്ച് ബിസിനസ് അവിടെ നടത്തുന്ന ആൾക്കാർ വരുന്നത് കാണുമ്പോൾ തന്നെ ചിലരുടെ കണ്ണും നോട്ടം അങ്ങോട്ടാണ്. ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള ഭാവമാണെങ്കിലും നോട്ടം ഇങ്ങോട്ട്. യഥാർത്ഥത്തിൽ നമ്മളെ ഇവിടുന്ന് ഇറക്കി വിടുക, നമ്മുടെ സ്ഥാപനം കൈക്കലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ആൾക്കാരും ചുറ്റിത്തിരിയുന്നുണ്ട്. അത് വിടണമെങ്കിൽ പറയണം, ഞങ്ങൾ എടുത്തോളാം എന്നുള്ള രീതിയിലുള്ള അന്വേഷണം. അപ്പൊ അവരായിരിക്കുമല്ലോ തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനത്തിലെ ബിസിനസ് കുറയാനുള്ള കാര്യകാരണങ്ങളും ചെയ്തു വച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു ഭാഗം അവരുടെ ഭാഗം. ഇവിടെയും പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ വരെ വ്യവഹാരം ചെറിയ കാര്യങ്ങൾക്ക് വരെ ഉണ്ട്.
ഒന്നുമില്ലെങ്കിൽ ചെറിയതായിട്ടൊന്ന് വണ്ടി തട്ടിയാലും മതി. സ്റ്റേഷനിലും കയറി ഇറങ്ങിയാൽ അത് വ്യവഹാരത്തിന്റെ കാര്യത്തിലേക്കും പോകുന്ന അവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ് രത്നം ചുരുക്കം. അപ്പൊ ഈ വക വൈതരണികൾ നമ്മളെ കൂടുതൽ അലട്ടാതെയും ബാധിക്കാതെ ഇരിക്കും. അപ്പൊ എന്താ വേണ്ടത്? ഇവിടെ വിഘ്നേശ്വരന് തന്നെ കടകമാല പുഷ്പാഞ്ജലി 3 ദിവസം ചെയ്യാം. 3-ാമത്തെ ദിവസം 11 നാളികേരം പ്രാർത്ഥിച്ച് ഉഴിഞ്ഞുടയ്ക്കുക, ഗണപതി ഭഗവാന്റെ നടക്കുക. ആ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ മുന്നോട്ട് വരാനുള്ള ഈശ്വരാധീനം നേരിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പൊ ഇന്നിവിടെ കൂറുഫലം തീരുകയാണ്. അടുത്തത് ഒക്ടോബറിന്റെ കൂറുഫലം. വീണ്ടും നമുക്ക് നേരിൽ കാണാം.